ഹലോ, ദർശൻ ദാസ് ഹിയർ. മിസ്റ്റർ ദർശൻ ദാസ്, ഇന്ന് ഭാഗ്യം കൊണ്ട് നിങ്ങളുടെ മകൾ രക്ഷപ്പെട്ടു. ഹലോ ഹലോ, ഹൂ സ്പീക്കിംഗ്? ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയണമെന്നില്ല. അവളെ രക്ഷപ്പെടുത്തിയവന്റെ കൈകൊണ്ട് എന്റെ കൂട്ടത്തിലൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതിനും ചേർത്തായിരിക്കും അവൾക്കുള്ള അടുത്തടി. നിങ്ങൾ ആരാണ്? എന്റെ മകൾക്ക് എന്ത് സംഭവിച്ചു? എനിക്കൊരിക്കലേ ഉന്നം പഴിക്കൂ. കണ്ടോളാം. സർ, എന്താ? ആരാണ്? മാഡത്തിന് എന്തെങ്കിലും? ആരാണെന്ന് പറഞ്ഞില്ല. മോളെ ആരോ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ ആരോ രക്ഷപ്പെടുത്തിയത്രേ. ഭീഷണി ആവർത്തിക്കായിരുന്നു ഫോണിൽ. സർ, സൂക്ഷിക്കണം. ആരാധകരോടൊപ്പം മാഡം ഒത്തിരി ശത്രുക്കളെയും സമ്പാദിച്ചിട്ടുണ്ട്. മോളെ, നീ എത്തിയോ? താങ്ക് ഗോഡ്. എന്താ സംഭവിച്ചത് മോളെ? ഡാഡി പറഞ്ഞത് ശരിയാണ്. ഈ സിറ്റി ഭരിക്കുന്നത് ക്രിമിനൽസ് ആണ്. വാട്ട് ഡു യു മീൻ? ശരിക്കും ഒരു ഗ്യാങ് വാർ. എന്താ മോനെ, എന്താ പറ്റിയത്? ഒന്നുമില്ല അമ്മേ. മോള് മടങ്ങി വരുമ്പോ സ്ട്രീറ്റിൽ ആരോ രണ്ടുപേര് തമ്മിൽ ഫൈറ്റ്, അത്രേ ഉള്ളൂ. എടോ കൃഷ്ണനുണ്ണി, തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മോള് പുറത്തു പോകുമ്പോ കൂടെ പോണമെന്ന്? അബദ്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഞാൻ നിർബന്ധിച്ചതാ. പ്രിയമോളെ സമ്മതിക്കണ്ടേ? അതിന് ഞാനായിരുന്നില്ലല്ലോ അവരുടെ ലക്ഷ്യം. എന്നാലും മാഡം ഒന്ന് കെയർഫുൾ ആകണം. ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഫീൽഡിലെ സെൻസേഷൻ ആണെന്ന് മാഡം. എന്റെ ദൈവമേ, ആദ്യം പിടിച്ചുപോയി. വാ മോളെ. കൃഷ്ണനുണ്ണി, എന്റെ മകളുടെ നെഞ്ചിൽ തറക്കേണ്ടതാ ആ ബുള്ളറ്റ്. ഭാഗ്യത്തിന്റെ നൂലിഴ കൊണ്ട് അവളിന്ന് രക്ഷപ്പെട്ടു. ആ മൊറൈസ് ആണ് ഇതിന്റെ പിന്നിൽ, സംശയമില്ല. എനിക്കാകെ ഭയമായിരിക്കുന്നു. അങ്ങ് സമാധാനമായിട്ടിരുന്നാട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ആ, ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടാലോ? അയ്യോ, അത് വേണ്ട. എപ്പോഴും പോലീസിന്റെയും തോക്കിന്റെയും വലയത്തിൽ പ്രിയമോൾക്കൊന്ന് സ്വതന്ത്രമായിട്ട് ശ്വസിക്കാൻ പോലും പറ്റില്ല. മാത്രവുമല്ല, പുതിയ ASP വിഷ്ണു മൊറൈസുമായിട്ട് വലിയ ചങ്ങാത്തത്തിലുമാണ്. കൃഷ്ണനുണ്ണി, എനിക്കുള്ളതെല്ലാം ഞാൻ വിട്ടുകൊടുക്കാം. എനിക്ക് എന്റെ മകളെ വേണം. അവളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാനൊരു വഴി പറഞ്ഞുതരാം. എന്താണമ്മേ? അറ്റുപോയ കണ്ണി മുന്ന. ആ, അമ്മ പറഞ്ഞത് ശരിയാ. മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് വേണ്ടമ്മേ. എന്താ? മുന്നാബായി വിളമ്പുന്ന നന്ദികേടിന്റെ കഥയ്ക്ക് മുന്നിൽ എനിക്ക് മുഖമില്ല.